അസ്സലാമു അലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇടനാടൻ ബ്ലോഗ്. ഇന്നൊരു കല്യാണമുണ്ട്. നമ്മളെ ചങ്ക് ബ്രോ സജീറിൻ്റെ പെങ്ങളുടെ മകളുടെ കല്യാണമാണ്. കൊളത്തൂപ്പുഴ വെച്ചാണ് കല്യാണം. അപ്പോൾ നമ്മളെ കുമ്മളുള്ള ഏകദേശം എല്ലാവരും അവിടെയുണ്ട്. കൊളത്തൂപ്പുഴ സജീറും ഫാമിലി എല്ലാവരും ഒക്കെ തലേന്നേ പോയി. അങ്ങനെ ഞാനുണ്ട്, എൻ്റെ വൈഫ് ഷിജിന, മാമ ഉണ്ട്, സജീർ അളിയനുണ്ട്, സലീമുണ്ട്, സഫീറുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ മീനിൻ്റെ കച്ചവടത്തിനും എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുഞ്ഞുമാരെ മോൻ നജീം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും സജീർ അവരെല്ലാം കാര്യമായിട്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ ചെല്ലാതിരിക്കാനൊക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ട് ഒരു 11 മണിയായി. ഇത്തിരി വൈകിയാണ് നമ്മൾ ഇറങ്ങിയത്. ഉള്ളോളം താമസിച്ചാലും നമ്മൾ എന്തായാലും നേരെ വണ്ടി പുറപ്പെട്ടു. എന്നിട്ട് നമ്മുടെ കുമ്മിൽ നിന്ന് മധുര പോയി. മധുര നിന്ന് നേരെ കിഴക്കും ഭാഗം കയറിയിട്ടുള്ള പോക്കാണ്. മടത്ര വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഒരുപാട് റോഡിലുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ കുളത്തൂപ്പുഴ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞു. നല്ല അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് അവിടെ എത്തി ഇറങ്ങി. അപ്പോൾ നമ്മുടെ കുമ്മളുള്ള ഏകദേശമുള്ള ആൾക്കാരെല്ലാം അവിടെ എത്തി. സമയം ഏകദേശം 12 മണിക്കടുപ്പിച്ചായി. അപ്പോൾ പള്ളിയിൽ വെച്ചാണ് നിക്കാഹ് നടത്തുന്നത്. അപ്പോൾ അതിനുള്ള തിരക്കൊക്കെ ഉണ്ട്. നല്ല ആളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയം എത്തി. അപ്പോൾ പുതിയാപ്പള ചെറുക്കൻ എത്തിയ കറക്റ്റ് ടൈമാണ് നമ്മളവിടെ എത്തിയത്.
അത് പുതിയ പിള്ളേർ ആൾക്കാരെല്ലാവരും പയ്യന്മാരുടെ ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുമ്മളുള്ള എല്ലാവരും, നമ്മളെ രഞ്ജിത്ത് മോൻ, സജീർ, നിസാർ എന്ന് വേണ്ട എൻ്റെ പൊന്നു മോനെ, കുമ്മളുള്ള എല്ലാ ആൾക്കാരും, നമ്മളെ പിക്കപ്പ് ബൈജു കാക്ക, സജീർ, 2 സജീറും ഉണ്ടായിരുന്നു. അങ്ങനെ ആഡിറ്റോറിയത്തിൽ നമ്മളെല്ലാവരും എത്തി. നമ്മൾ ഒരേ ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ മോളുടെ വാപ്പ സജീറിൻ്റെ അളിയനും അവിടെ വന്ന് നമ്മൾ അളിയനെയൊക്കെ കണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ നല്ല പരിചയക്കാരാണ്. അങ്ങനെ മോളുടെ അവരുടെ വീഡിയോയൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ യൂസുഫിൻ്റെ പെണ്ണും അവിടെ ഉണ്ടായിരുന്നു, യൂസുഫ്. അപ്പോൾ നമ്മളെ നസീർ അളിയൻ്റെ പാചകമാണ്, കാറ്ററിംഗ് ആൻഡ് ഫുഡ്. അപ്പോൾ നമ്മളെ നസീം എന്ന് വേണ്ട പൊന്നു മക്കളെ, നമ്മുടെ നിസാം, മീൻ കച്ചവടം നിസാം എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പാപ്പൻ നസീറാണ് ക്യാപ്റ്റൻ. അവിടെ ക്ഷീണിച്ച് അതേപോലെ റജീവാക മൊത്തം പപ്പടം പൊരിച്ച് ഊപ്പാട് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ബിരിയാണി ദമ്മാക്കിയാണ് വെച്ചിരിക്കുന്നത്. പൊന്നു മക്കളെ, ഇതിൻ്റെ മണം കേട്ടിട്ട് ഒരു രക്ഷയില്ല, പിടിച്ചാൽ കിട്ടില്ല. വാ കണ്ട ചോറൊക്കെ കിടപ്പ് കണ്ട മക്കളെ, നല്ല പോത്ത്, നല്ല സൂപ്പർ പോത്താണ്. നമ്മുടെ കുമ്മളിൽ നിന്ന് തന്നെയാണ് പോത്ത് വെട്ടിക്കൊണ്ട് പോയത്. അതുപോലെ നല്ല അട്ടപ്രദമായി ഇത് ഇളക്കിടുന്നത് നജീമാണ്. എന്തായാലും നജീം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പറഞ്ഞ് നസീർ അളിയെ നമ്മൾ പോയി ചോറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് അടുത്ത അടപ്രഥമനിൽ ഒരു പിടി പിടിച്ചേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല ചിക്കൻ ചില്ലി, നല്ല സലാഡ്, എല്ലാ ഫുഡ് ഐറ്റം, വെജിറ്റബിളിന് എല്ലാ വെള്ളച്ചോറിനും എല്ലാ ഐറ്റങ്ങളും കറികളും പായസങ്ങളും എല്ലാം റെഡി. അങ്ങനെ രഞ്ജിത്ത് മോനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആഹാരം കഴിക്കാൻ. അപ്പോൾ അതേപോലെ നിസാമിൻ്റെ, നമ്മളെ പാൽ നിസാമിൻ്റെ പെങ്ങൾ, അവർ എന്ന് വേണ്ട നമ്മുടെ കുമ്മളുള്ള മൊത്തം ബേച്ചുകൊണ്ട് മക്കളെ. സംഭവം ഞെട്ടിക്കും. കല്യാണം എന്ന് പറഞ്ഞാൽ ഇതാണ് കല്യാണം, ഇതാണ് പെണ്ണിൻ്റെ ഉമ്മ. അപ്പോൾ എന്ന് വേണ്ട നമ്മുടെ കുമ്മൾ പ്രദേശത്തുള്ള എല്ലാവരെയും ഞാൻ ആഡിറ്റോറിയത്തിൻ്റെ അകത്തേക്കൊന്ന് കയറി. അപ്പോൾ സ്റ്റേജൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാവരും എന്ന് പറയാൻ ഇതിൽ ആരും നമ്മളെ അറിയാത്തവരില്ല, എല്ലാവരും നമ്മൾ അറിയുന്നവരാണ് ഒരുവിധപ്പെട്ട എല്ലാവരും. അപ്പോൾ അവരെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു. നമുക്ക് ഇതുപോലൊരു അവസരമൊക്കെ കിട്ടുന്ന വളരെ കുറവാണ്. എന്നാലും ഇപ്പോൾ നമ്മുടെ കല്യാണത്തിനൊക്കെ പോയാൽ മാക്സിമം ഉള്ളതൊക്കെ ഒപ്പിയെടുക്കും. എന്തായാലും നമുക്ക് ഇനിയും ഈ വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ പ്രവാസികൾ ഒരുപാട് പേര് കാണാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക.
അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞു, ആഹാരമൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ആഹാരമായിരുന്നു. ആഹാരമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കുമ്മളുള്ള നസീറുടെ ആണ് പാചകം കാര്യങ്ങളെല്ലാം. അതുപോലെ ഷിനോസ് അവനാണ് കാറ്ററിങ്, അവൻ്റെ പയ്യന്മാരാണ്. നല്ല എന്താ പറയുക, ഓരോന്നും അടുക്കും ചിട്ടയായിട്ട് എല്ലാവർക്കും എല്ലാ സാധനവും. ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ പറയാനില്ല മക്കളെ. വാവ്, എന്താ സാധനം എന്നറിയാം ഫുഡ് എല്ലാം. ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ബീഫ്, ചിക്കൻ ചില്ലി എന്ന് വേണ്ട അടപ്രഥമനൊക്കെ 2 ഗ്ലാസ്സൊക്കെ കുടിച്ചിട്ട് പോകും. നല്ല മയക്കം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ നല്ല അടിപൊളി. ഈ കുളത്തൂപ്പുഴ വെച്ചുള്ള കല്യാണം എന്ന് പറയുമ്പോൾ ആ ഏരിയയൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോസിനൊക്കെ നല്ല ഏരിയയാണ്. എന്തായാലും നമ്മുടെ എല്ലാവരും, എൻ്റെ അനിയനും കുട്ടിമാടെ മോന് ഫാമിലി, നമ്മൾ മാമ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബൈ ബൈ.